നമസ്കാരം, ഞാൻ MG പ്രതീഷ്. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. കരുത്തനായി മോദി വിദേശത്തേക്ക്. മന്ത്രിസഭാ പുനഃസംഘടനയിൽ താൻ പോരുമ വ്യക്തമാക്കിയ മോദി ഇന്ന് 10 ദിവസത്തെ വിദേശ സന്ദർശനത്തിന്. ഓസ്ട്രേലിയ, മ്യാൻമാർ, ഫിജി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മോദിയുടെ കൂടിക്കാഴ്ച 40 രാഷ്ട്രത്തലവന്മാരുമായി. പുനഃസംഘടനയിൽ ശിവസേനയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെയെല്ലാം മറികടന്ന മോദി ഇപ്പോൾ പാർട്ടിയിലും സർക്കാരിലും കൂടുതൽ കരുത്തൻ. ബാർ കോഴയിൽ ആശയക്കുരുക്ക് ഇടതുമുന്നണിക്ക്. കോഴ ആരോപണത്തിനെതിരെ യോജിച്ച ആശയവും പ്രക്ഷോഭവും ഇല്ലാതെ CPM-ഉം CPI-യും. ME രാഘവന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച മുന്നണി യോഗം എന്ന് ചേരുമെന്ന് തീർച്ചയായില്ല. വരട്ടെ, പതുക്കെ മതിയെന്ന് മുന്നണി കൺവീനർ. യോജിപ്പില്ലാതെ യോഗം ചേർന്നിട്ട് കാര്യമെന്തെന്ന് പന്ന്യൻ രവീന്ദ്രൻ. ബാർക്കോഴ ആരോപണം അന്വേഷിക്കേണ്ടത് പ്രത്യേക സംഘമെന്ന് CPM, ജുഡീഷ്യൽ വേണമെന്ന് CPI. വിയർക്കാതെ വേതനത്തിന് കൂട്ടത്തിരക്ക്. തൊഴിലില്ലായ്മ വേതനം കാത്ത് സംസ്ഥാനത്ത് 2.21 ലക്ഷം പേർ. പണിയെടുക്കാൻ ആളെ കിട്ടാത്ത കേരളത്തിലാണ് വിയർക്കാതെ വേതനം വാങ്ങുന്ന ഇത്രയും യുവജനം. കഴിഞ്ഞ സാമ്പത്തിക വർഷം തൊഴിലില്ലായ്മ വേതനമായി സർക്കാർ നൽകിയത് 31.46 കോടിയെന്ന് കൗമുദി റിപ്പോർട്ട്. സംസ്ഥാനത്തെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കൂടി അറിയുക. 15. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.